ലാലേട്ടാ, നിങ്ങളിതെന്താപ്പാ കാണിച്ചു വച്ചേക്കുന്നത്? തുടരും ഒരു തുടർച്ച തന്നെയാണ്. സത്യത്തിൽ സിനിമ കണ്ടു തുടങ്ങുന്നത് മുതൽ അതിൽ നിന്ന് അവസാനിക്കുന്നത് വരെ കണ്ണെടുക്കാതെ ഓരോ പ്രേക്ഷകനെയും പിടിച്ചിരുത്തിയ നിങ്ങളുടെ ആ മാസ് ഉണ്ടല്ലോ, അത് ഡയലോഗിലൂടെ അല്ല, അത് നിങ്ങളുടെ ഓരോ നിമിഷത്തെയും അഭിനയത്തിലൂടെയാണ്. ഓരോ നിമിഷത്തിലെയും ഞങ്ങൾക്ക് സമ്മാനിച്ച ഓരോ അനുഭവത്തിലൂടെയാണ് ഓരോ സിനിമാ പ്രേമികളും തുടരും ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു വലിയ തിരിച്ചുവരവാണ് മോഹൻലാൽ നടത്തിയത് എന്ന് പലരും പറയുന്നു. പക്ഷെ ഞാൻ അങ്ങനെ കരുതുന്നില്ല. അങ്ങനെ ഒരു തിരിച്ചുവരവൊന്നും മോഹൻലാൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നല്ല സംവിധായകരുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് മോഹൻലാൽ യഥാർത്ഥ അഭിനയ ചക്രവർത്തി, ദ കംപ്ലീറ്റ് ആക്ടർ എന്നതാകുന്നത്. സിനിമ കണ്ടു, കാണാതെ ഇന്നലെ റിവ്യൂ പറഞ്ഞു. പക്ഷേ കണ്ടതിന് ശേഷം പറയുമ്പോൾ കുറച്ചുകൂടി ആവേശത്തോടെ പറയാൻ തോന്നുന്നു. അത്രമാത്രം നിങ്ങൾ തിയേറ്ററിൽ പിടിച്ചിരുത്തിക്കളഞ്ഞു. എന്താ മനുഷ്യ നിങ്ങൾ കാണിച്ചു വച്ചേക്കുന്നതെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കണം എന്നൊരാഗ്രഹം സാധാരണ പ്രേക്ഷക എന്ന രീതിയിൽ തോന്നിപ്പോയി. ഒരു മാധ്യമപ്രവർത്തക എന്നതിനപ്പുറം സിനിമ കാണുന്നത് മാധ്യമപ്രവർത്തക എന്ന രീതിയിലായിരുന്നില്ല, ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിലായിരുന്നു. ആ സിനിമ തുടങ്ങിയത് മുതൽ സ്വാമിയേ ശരണമയ്യപ്പ വിളിച്ച് ലാലേട്ടൻ ആ എൻട്രി കാണിക്കുന്നത് മുതൽ അവസാനത്തെ നടന്നകലുന്ന ഭാഗം വരെ കണ്ണിമച്ചിമ്മാതെയാണ് ഓരോ ആളുകളും കണ്ടുകൊണ്ടിരുന്നത്. മാസ് ഡയലോഗുകൾ ഞങ്ങൾക്ക് വേണ്ട. മോഹൻലാലിൻ്റെ ഒപ്പം ചുറ്റിക്കറങ്ങാൻ തോക്കുകളുമായി ഗുണ്ടകൾ വേണ്ട. മോഹൻലാലിനെ വരിഞ്ഞു മുറുകുന്ന, ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയുന്ന മിസൈലുകളോ ബോംബുകളോ ഒന്നും വേണ്ട ലാലേട്ടാ. നിങ്ങളെങ്ങനെ കാണാനാണ് ഞങ്ങൾക്കിഷ്ടം? നിങ്ങളിങ്ങനെ ഞങ്ങൾക്കിടയിലൂടെ ഒരു സാധാരണക്കാരനായി കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കുന്ന, റിപ്പീറ്റ് 2:32 കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഈ ബെൻസനെയാണ് ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്നത്. സത്യത്തിൽ കഥ അറിയാതെയെങ്കിലും പറഞ്ഞു പോകുമോ എന്നുള്ള ഭയം എനിക്കുണ്ട്. അത് പറയാൻ കഴിയില്ല എന്നും അറിയാം. ഓരോ സീനുകളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയൊക്കെയോ ഒന്ന് കണ്ണ് നിറഞ്ഞുപോയി, എവിടെയൊക്കെയോ ആ ചോര തിളച്ചുപോയി, എവിടെയൊക്കെയോ നിങ്ങൾ തിരിഞ്ഞു വന്ന് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആവേശം, അതാ തിയേറ്റർ ഒന്നടങ്കം കണ്ടു. നിശബ്ദതയും കയ്യടിയും ആവേശവും ചെറിയ സങ്കടങ്ങളും ഒക്കെ മാറി മറിഞ്ഞു വരുന്നതാണ് ഇന്നലെ ഞാനെത്തിയ തിയേറ്ററിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. പഴയ മോഹൻലാലിൻ്റെ തിരിച്ചു വരവാണ് എന്ന് പലരും പറഞ്ഞു. ദൃശ്യത്തിൽ കണ്ട മോഹൻലാൽ അല്ല തുടരും എന്നതിൽ കാണുന്നതെന്ന് പലരും പറഞ്ഞു. അത് കേട്ടിട്ടാണ് ഇന്നലെ തന്നെ അതൊന്ന് കണ്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞു പോയത്. അങ്ങനെ പോയി കണ്ടു. കണ്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നായി അത് മാറിയേനെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. തരുൺ മൂർത്തി, നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഒരു അഭിനന്ദനങ്ങളെന്ന് അറിയിച്ചാൽ അത് കുറഞ്ഞു പോകുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് അഭിനന്ദനങ്ങളല്ല പറയേണ്ടത്, അതിലപ്പുറം എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ആ വാക്കുകൾ വലിയ പിടിപാടില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ വലിയ പിടുത്തമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു സംവിധായകൻ്റെ കയ്യിൽ, സംവിധാനം അറിയാകുന്ന ഒരാളിൻ്റെ കയ്യിൽ മോഹൻലാലിനെ കിട്ടുമ്പോൾ മോഹൻലാലിൻ്റെ പുരികം വരെ അഭിനയിക്കും എന്ന് മോഹൻലാലിനെ ഏറ്റവും അടുത്തറിയാവുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുതന്നെയാണ് ഇന്നലെ തുടരിലും കണ്ടത്. മോഹൻലാലിൻ്റെ കണ്ണ്, പുരികം, എന്താ പറയുക, തലമുടി ഇഴകൾ വരെ അഭിനയിക്കുന്നുണ്ട്. ഓരോ നോട്ടവും, ആ നോട്ടം വരെ ആ സ്ക്രീനിൽ പറയാതെ ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് ആ സിനിമ എന്നുള്ളതാണ്. പിന്നെ ജോൺ സാറായി വന്ന വില്ലൻ കഥാപാത്രം പ്രകാശ് വർമ്മ, ഈ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന വില്ലന്മാരെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ ഇത്രയും നല്ലൊരു വില്ലൻ ഇതിനു മുൻപുണ്ടായിട്ടുണ്ട് എന്ന്. മോഹൻലാലുമായി ശക്തമായി പിടിച്ചു നിൽക്കാൻ കഴിയുന്ന, വെറുതെ അടി വാങ്ങി മാസ് ഡയലോഗ് കേട്ട് പോകുന്ന ഒരു വില്ലനല്ല. വില്ലനെ
അതിമനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന, വില്ലനെ അതിമനോഹരമായി എന്താ അതിമനോഹരമായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു 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 ശില്പം പോലെ അത്ര മനോഹരമായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു കഥാപാത്രമായി ജോൺ സാറിനെ അല്ലെങ്കിൽ പ്രകാശ് വർമ്മയെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ ബിനു പപ്പൻ്റെ അഭിനയമൊന്നും സത്യത്തിൽ ഈ എനിക്ക് തോന്നുന്നില്ല മറ്റാർക്കെങ്കിലും ആ കഥാപാത്രം ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. മോഹൻലാലിൻ്റെ മകനായി അഭിനയിച്ച അക്ഷയ്, മകളായി അഭിനയിച്ചത്, പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ശോഭന എന്ന നടിയുടെ തിരിച്ചു വരവ്. ശോഭനയല്ലാതെ മറ്റൊരു നടിക്കും ഈ കഥാപാത്രം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശോഭനയുടെയൊക്കെ ഒരു നോട്ടമുണ്ട്. ചില കാര്യങ്ങൾ പറയാതെ തന്നെ നോട്ടത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ചില നോട്ടങ്ങൾ. അത്തരം ചില നോട്ടങ്ങൾ, മണിയൻ പിള്ള രാജുവിൻ്റെ കഥാപാത്രം, നിഷാദിൻ്റെ കഥാപാത്രം, അങ്ങനെ എന്താ പറയുക, മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഇവരൊക്കെ ജീവിക്കുകയായിരുന്നു. ഇവരൊക്കെ അഭിനയിക്കുകയല്ല, ജീവിക്കുകയായിരുന്നു സിനിമയിൽ എന്നുള്ളതാണ്. കണ്ടിറങ്ങുമ്പോൾ ആ കഥാപാത്രം അല്ലെങ്കിൽ ആ സിനിമ കുറേ സമയം നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. അതിൻ്റെ ഹാങ് ഓവർ വിട്ടു പോകാൻ കുറച്ച് സമയം എടുക്കുമെന്നുള്ളതാണ്. അതായത് ഒരു വലിയ ട്വിസ്റ്റാണ് ദൃശ്യം സമ്മാനിച്ചതെങ്കിൽ ഇതൊരു ട്വിസ്റ്റിനപ്പുറം ഏത് വഴിക്കാണ് കഥ നമ്മളെ കൊണ്ടുപോകുന്നത്, അതായത് തുടക്കം, ഇൻ്റർവെൽ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം, ഇതൊക്കെ എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, കണ്ണിമ ചിമ്മാതെയാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റോറി എഴുതിയ KR സുനിൽ, അദ്ദേഹത്തിനൊക്കെ ഒരു എന്താ പറയുക, ഒരു വലിയൊരു അഭിനന്ദനം നൽകിയേ കഴിയൂ. ഒന്ന്, തരുൺ മൂർത്തിയോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എങ്ങനെയാണ് പറയേണ്ടതെന്നറിയില്ല. പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ ലാലേട്ടനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നതിന് ഒരായിരം 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 നന്ദി എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഈ സിനിമ 100 കോടി അടിക്കോ 500 കോടി അടിക്കോ 1000 കോടി അടിക്കോ ഇതൊന്നും അല്ല. ലാലേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ സ്നേഹം അവർ നൽകുന്നത് ലാലേട്ടൻ ഓരോ കഥാപാത്രവും നമുക്ക് തരുമ്പോഴാണ്. ആ കഥാപാത്രത്തിൻ്റെ ഡെപ്ത് അനുസരിച്ചാണ്. ആ ഡെപ്ത് തുടരയിൽ ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. സത്യത്തിൽ കുറേ നാളിന് ശേഷം ദ കംപ്ലീറ്റ് ആക്ടറായ ലാലേട്ടനെ കാണാൻ സാധിച്ചു. പ്രേക്ഷകരെ, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സിനിമ കാണണം. ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് സാമൂഹികപരമായി നിൽക്കുന്ന കുറേ കാര്യങ്ങൾ, ഇങ്ങനെയും സംഭവിക്കുമോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ചില കാര്യങ്ങൾ, ഇങ്ങനെയാണ് സംഭവിക്കുന്നത് പലപ്പോഴും എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞും പറയാതെയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഈ സിനിമ. തീർച്ചയായിട്ടും കാണണം. ടിക്കറ്റൊക്കെ ഫുള്ളാണ് പല തിയേറ്ററുകളിലും എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ മോഹൻലാലിൻ്റെ ഈ വിജയഗാഥ തുടർന്നു കൊണ്ടേയിരിക്കും, അതിലൊരു സംശയം വേണ്ട. ലാലേട്ടാ, നിങ്ങൾ വേറെ ലെവലാണ് മനുഷ്യ. നിങ്ങളെ അഭിനയിപ്പിക്കാൻ അഭിനേതാക്കൾ അല്ലെങ്കിൽ നിർമ്മാതാക്കൾ തുനിഞ്ഞിറങ്ങുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്ക് വന്നു പോകും ആ അഭിനയം എന്ന് പറയുന്നത്. അത് മാസ് ഡയലോഗിലൂടെയോ വെടിയുണ്ടകളുടെ ഒച്ചയിലൂടെയോ ഒന്നുമല്ല. നിങ്ങളൊന്ന് നിങ്ങളുടെ കണ്ണ് നിറയുമ്പോൾ കൂടെ കണ്ണ് നിറയുന്നവരാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വിമർശിക്കും. കാരണം ഞങ്ങളുടെ ലാലേട്ടൻ ഇങ്ങനെ അല്ല എന്നോർത്ത് ഞങ്ങൾ വിമർശിക്കും. പക്ഷേ പൊളിയാണ്. എന്നാൽ മാസാണെന്ന് ഞാൻ പറയില്ല. പൊളിയാണ്. തുടരട്ടെ. വിജയത്തിലേക്ക് തുടർന്നു കൊണ്ടേയിരിക്കട്ടെ.